നിധിവേട്ടയുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു പഴയ കടൽ ക്യാപ്റ്റൻ, ഭൂതകാലത്തിൽ നിന്നുള്ള നിഴലുകൾ അവനെ വേട്ടയാടുമ്പോൾ ഭ്രാന്തനാകുന്നു. നിഗൂഢതയുടെ അന്തരീക്ഷം അതിശയകരമാംവിധം സ്ഥാപിക്കപ്പെട്ടതും പൂർണ്ണമായും ബോധ്യപ്പെടുത്തുന്നതുമാണ്. An old sea captain, who had years before committed a crime in connection with a hunt for treasure, goes mad when shadows from the past come to haunt him. The atmosphere of mystery is admirably established and wholly convincing. കപ്പൽ ഡെക്കിന്റെയും ക്യാബിനിന്റെയും മാതൃകയിൽ നിർമ്മിച്ച ക്യാപ്റ്റന്റെ വീടാണ് സ്റ്റേജ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു വൈകാരിക പ്രഭാവലയം പ്രദാനം ചെയ്യുന്നു. ഇത് തന്റെ റിയലിസത്തെ എക്സ്പ്രഷനിസ്റ്റ്, മിഥ്യാധാരണ പോലെയുള്ള ഫാൻസിയുമായി ലയിപ്പിക്കാൻ ഓനീലിനെ അനുവദിക്കുന്നു. ഇത് ശരിക്കും ഒരു വീടാണ്, പക്ഷേ ക്യാപ്റ്റന് അത് അവന്റെ പ്രേത കപ്പലിന്റെ തടിയാണ്. ക്യാപ്റ്റന്റെ പാത്രത്തിന്റെ ഡെക്കിൽ തിളങ്ങുന്ന ചന്ദ്രൻ, കരയിലേക്ക് വരുന്ന മേരി അലന്റെ ഫാന്റസി അനുഭവിക്കാൻ നാറ്റിനെയും ക്യാപ്റ്റൻ ബാർട്ട്ലെറ്റിനെയും അനുവദിക്കുന്നു. വീണ്ടും ഒരു മിശ്രിതമുണ്ട്. മകൾ സ്യൂ നാറ്റ് സമയത്ത് ഒരു ലളിതമായ ചന്ദ്രപ്രകാശമുള്ള രാത്രി അനുഭവിക്കുന്നു. The stage is set with the captain's house, constructed in the fashion of a ship's deck and cabin, providing an emotional aura that allows O'Neill to blend his realism with the expressionist. Illusion-like fantasy, it really is a house, but to the captain it is the timbers of his haunted ship. The moon glowing brightly on the deck of the captain's vessel allows both Nat and Captain Bartlett to experience the fantasy of the Mary Allen coming into shore. Again there is a blending. Sue, the daughter, experiencing a simple moonlit night while Nat. അമേരിക്കൻ നാടകകൃത്ത് യൂജിൻ ഗ്ലഡ്സ്റ്റോൺ ഒനീൽ തന്റെ കൃതികളിൽ 1931 ൽ മോർണിംഗ് ബിക്കംസ് ഇലത്ര രചിച്ചു. 1936 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചു. ആളുകൾ അദ്ദേഹത്തിന്റെ 4ാമത്തെ പുലിറ്റ്സർ സമ്മാനം ലോങ് ഡേയ്സ് ജേണിക്ക് നൽകി. രാത്രിയിൽ 1956 നിർമ്മിച്ചു. ദുരന്തത്തിന്റെ യഥാർത്ഥ ആശയം ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ നാടക സൃഷ്ടികളുടെ ശക്തി, സത്യസന്ധത, ആഴത്തിലുള്ള വികാരങ്ങൾ എന്നിവയ്ക്ക് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. റഷ്യൻ നാടകകൃത്ത് ആന്റൺ ചെക്കോവ്, നോർവീജിയൻ നാടകകൃത്ത് ഹെൻറിക്ക് ഇബ്സൺ, സ്വീഡിഷ് നാടകകൃത്ത് ആഗസ്റ്റ് സ്ട്രിൻബെർഗ് എന്നിവർ അമേരിക്കക്കാർക്ക് തുടക്കമിടുകയും തന്റെ പ്രസംഗങ്ങളിൽ യഥാർത്ഥ അമേരിക്കൻ പ്രാദേശിക ഭാഷ ആദ്യമായി ഉപയോഗിക്കുകയും ചെയ്തു എന്ന നാടകീയമായ റിയലിസം മറ്റേതൊരു നാടകകാരനേക്കാളും ഓനീൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ മോശമായ പെരുമാറ്റത്തിൽ ഏർപ്പെടുന്ന, സമൂഹത്തിന്റെ അരികുകളിൽ വസിക്കുന്ന കഥാപാത്രങ്ങൾ ഉൾപ്പെടുന്നു. അവിടെ അവർ തങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും നിലനിർത്താൻ പാടുപെടുന്നു, പക്ഷേ ആത്യന്തികമായി നിരാശയിലേക്കും വഴുതി വീഴുന്നു. നീൽ എഴുതിയത് വൈൽഡർനെസ് അദ്ദേഹത്തിന്റെ ഒരേയൊരു കോമഡിയാണ്. അദ്ദേഹത്തിന്റെ മറ്റെല്ലാ നാടകങ്ങളിലും ഒരു പരിധിവരെ ദുരന്തവും വ്യക്തിപരമായ അശുഭാപ്തിവിശ്വാസവും ഉൾപ്പെടുന്നു. American playwright Eugene Gladstone O'Neill authored Morning Becomes Electra in 1931. Among his works, he won the Nobel Prize of 1936 for literature. And people awarded him his 4th Pulitzer Prize for Long Day's Journey into Night, produced in 1956. He won his Nobel Prize for the power, honesty and deep-felt emotions of his dramatic works, which embody an original concept of tragedy. More than any other dramatist, O'Neill introduced the dramatic realism that Russian playwright Anton Chekhov, Norwegian playwright Henrik Ibsen, and Swedish playwright August Strindberg pioneered to Americans and first used true American vernacular in his speeches. His plays involve characters who, engaging in depraved behavior, inhabit the fringes of society, where they struggle to maintain their hopes and aspirations but ultimately slide into disillusionment and despair. O'Neill wrote Wilderness, his only comedy. All his other plays involve some degree of tragedy and personal pessimism. എവിടെയാണ് കുരിശ് നിർമ്മിച്ചിരിക്കുന്നത്? യൂജിൻ ഒനീൽ. ആമുഖം. അമേരിക്കൻ നാടകകൃത്തായ യൂജിൻ ഒനീൽ 1888 മുതൽ 1953 വരെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടി.
അമേരിക്കൻ നാടകത്തെ അതിന്റെ സങ്കുചിതമായ പ്രവിശ്യാവാദത്തിൽ നിന്ന് ഉയർത്തി, മനുഷ്യ സംഘർഷങ്ങളും നിരാശകളും അവതരിപ്പിക്കാനുള്ള ശക്തമായ മാധ്യമമായി അദ്ദേഹം അതിനെ മാറ്റി. അദ്ദേഹം പരീക്ഷണ വിദ്യകൾ ഉപയോഗിച്ചു. നാവികരും കടലിന്റെ സ്വാധീനവും കൈകാര്യം ചെയ്യുന്ന കടൽ നാടകങ്ങൾ ഓനിയിൽ എഴുതി. ഹോണ്ടുറാസ്, ബ്യൂണസ് ഐറിസ്, ദക്ഷിണാഫ്രിക്ക, ന്യൂയോർക്കിലെ കടൽത്തീരത്ത് നാവികർക്കിടയിലുണ്ടായ അനുഭവങ്ങളുടെ വ്യക്തിപരമായ രേഖയാണ് ഈ നാടകങ്ങൾ. കുരിശ് എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന നാടകം ഏഷ്യ ബാർട്ട്ലെറ്റ് എന്ന ബുദ്ധിമാന്ദ്യമുള്ള ഒരു കടൽ ക്യാപ്റ്റനെക്കുറിച്ചാണ്. മുങ്ങിയ തന്റെ കപ്പൽ മേരി അലൻ ഒരു നിധിയുമായി മടങ്ങിയെത്താൻ അവൻ കാത്തിരിക്കുകയാണ്. ഒരു കഷണത്തിൽ മാത്രമാണ് നിധി ഉണ്ടായിരുന്നത്. ഒരു കുരിശ് കൊണ്ട് അടയാളപ്പെടുത്തിയ കടലാസ്. സു ഇസലയുടെ മക്കളാണ്. യേശയെ ഒരു അഭയകേന്ദ്രത്തിലേക്ക് മാറ്റാൻ നാറ്റ് രഹസ്യമായി ക്രമീകരണങ്ങൾ നടത്തിയതിനാൽ നാറ്റും സ്യൂവും തമ്മിൽ വഴക്കുണ്ടായി. ഇതിനുശേഷം പണയപ്പെടുത്തിയ വീട് വിറ്റ് തന്റെ പുസ്തകം എഴുതാമെന്ന പ്രതീക്ഷയിലാണ് നാറ്റ്. തന്റെ പിതാവുമായുള്ള തുടർച്ചയായ ബന്ധം തന്നെ ഭ്രാന്തനാക്കുമെന്ന് നാറ്റ് ഭയപ്പെടുന്നു. വയസ്സായിക്കൊണ്ടിരിക്കുന്ന ക്യാപ്റ്റൻ യേശയാവ് തന്റെ ഭ്രാന്തൻ കാഴ്ച മകനിലേക്ക് പകരുന്നു. കപ്പലിലെ മുങ്ങിമരിച്ച ജീവനക്കാർ തന്റെ പിതാവിന് നിധി കൊണ്ടുവരുന്നതായി മകൻ സങ്കൽപ്പിക്കുന്നു. വെർ ദ ക്രോസ് ഇസ് മേഡ് ഒരു പരീക്ഷണാത്മക നാടകമാണ്, കാരണം നാടകം ഭ്രാന്തിനെ കുറിച്ചാണെന്ന് പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാൻ ഓനിയിൽ ആഗ്രഹിച്ചു. ഈ ലക്ഷ്യത്തോടെയാണ് നാടകകൃത്ത് പ്രേത നാവികരെ പരിചയപ്പെടുത്തുന്നത്. നാടകം പാത്തോസ് നിറഞ്ഞതാണ്. ഭ്രാന്തൻ ക്യാപ്റ്റൻ യേശയെ തന്റെ കപ്പൽ മേരി അലൻ ഒരു സാങ്കല്പിക നിധി തിരികെ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള തന്റെ ദർശനത്തിൽ മുറുകെ പിടിക്കുന്നു. മകൻ നാറ്റ് തന്റെ പിതാവിന്റെ കഥയിൽ നിന്ന് രക്ഷപ്പെടാൻ തീവ്രശ്രമം നടത്തുന്നു. ഒടുവിൽ മകനും അച്ഛന്റെ ഭ്രാന്തിന് ഇരയാകുന്നു. വാത്സല്യമുള്ള മകൾ തന്റെ പ്രിയപ്പെട്ട അച്ഛന്റെയും സഹോദരന്റെയും വിചിത്രമായ ദർശനങ്ങളുടെ ഫലങ്ങൾ നിസ്സഹായയായി വീക്ഷിക്കുന്നു. 3 നാവികരുടെ പ്രേതങ്ങൾ നാടകത്തിന്റെ സൈക്കോളജിക്കൽ റിയലിസത്തെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും അത് ഒരു വിധത്തിൽ റിയലിസ്റ്റിക് കഥാപാത്രങ്ങളായ സ്യൂവും ഡോക്ടർ ഹിഗിൻസും രക്ഷിച്ചു. നാറ്റ് ബാർട്ട്ലെറ്റും ഡോക്ടർ ഹിഗിൻസും തമ്മിലുള്ള കൂടിക്കാഴ്ച. ക്യാപ്റ്റൻ ബാർട്ട്ലെറ്റിന്റെ ക്യാബിനിലാണ് ഈ രംഗം ഒരുക്കിയിരിക്കുന്നത്. കാലിഫോർണിയ തീരത്ത് ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിൽ ലുക്കൌട്ട് പോസ്റ്റായി സ്ഥാപിച്ച ഒരു മുറിയാണ് ക്യാബിൻ. ഒരു ആഴക്കടൽ കപ്പലിന്റെ ക്യാപ്റ്റന്റെ ക്യാബിൻ പോലെയാണ് കമ്പാർട്ട്മെന്റ്. പ്രവർത്തന സമയം 1900 വർഷത്തിന്റെ ശരത്കാലത്തിലാണ്. വ്യക്തമായ കാറ്റുള്ള രാത്രിയുടെ ഒരു നേരത്തെ മണിക്കൂർ. കടലിന്റെ ഏകതാനമായ ഇടിമുഴക്കം താഴെയുള്ള ബീച്ചിൽ നിന്നാണ്. നാറ്റ് ബാർട്ട്ലെറ്റ് മുറിയിൽ പ്രവേശിച്ചു ഡോക്ടർ ഹിഗിൻസിനോട് എല്ലാം ശരിയാണെന്ന് പറയുന്നു. ഡോക്ടറും മുറിയിലേക്ക് പ്രവേശിക്കുന്നു. നാറ്റ് ബാർട്ട്ലെറ്റിന്റെ വലത് കൈ തോളിൽ ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഡോക്ടർക്ക് 35 വയസ്സായി. നാറ്റിന് തന്റെ 30 വയസ്സിനേക്കാൾ വളരെ പ്രായം തോന്നുന്നു. അവന്റെ തോളിൽ കനത്ത കുനിഞ്ഞും തലയിൽ കറുത്ത മുടിയുടെ കനത്ത ആഘാതവുമുണ്ട്. അവന്റെ മുഖം നീളമുള്ളതും നനുത്തതുമാണ്. അവന്റെ കണ്ണുകൾ ആഴത്തിലുള്ളതും കറുത്തതുമാണ്. അവന്റെ മൂക്ക് വലുതും അക്വിലിനാണ്. അവന്റെ ശബ്ദം താഴ്ന്നതും ആഴമേറിയതുമാണ്. അതിന് ഒരു ലോഹ ഗുണമുണ്ട്. അവൻ യന്ത്രവും കോർഡുറോയ ട്രൗസറും ധരിക്കുന്നു. അച്ഛന് വെളിച്ചം ഇഷ്ടമല്ലെന്ന് നാറ്റ് ഡോക്ടറോട് പറയുന്നു. ഒരു കപ്പലിന്റെ ക്യാബിനുമായുള്ള മുറിയുടെ സാമ്യത്തെക്കുറിച്ച് ഡോക്ടർ തന്റെ ആശ്ചര്യം പ്രകടിപ്പിക്കുന്നു. കഴിഞ്ഞ 3 വർഷമായി ഇസല തന്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങിയിരുന്നില്ല. സ്യൂ തന്റെ പിതാവിന് ഭക്ഷണം കൊണ്ടുപോകാറുണ്ടായിരുന്നു. പിതാവിന്റെ ഭ്രാന്ത് ചികിത്സിക്കുന്നതിനുള്ള നാറ്റിന്റെ പദ്ധതി. സൈഡ് ബോർഡിൽ നിന്ന് റാന്തൽ കൊണ്ടുവരാൻ നാറ്റ് ഡോക്ടറോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ വിളക്കിന്റെ വെളിച്ചത്തിൽ ഡോക്ടർക്ക് തന്റെ പിതാവിന്റെ ഭ്രാന്തിനെ കുറിച്ചുള്ള എല്ലാ വസ്തുതകളും ലഭിക്കും. വെളിച്ചം ഇല്ലെങ്കിൽ യേശയാവിന്റെ ഭ്രാന്തിനെ കുറിച്ചുള്ള വസ്തുതകൾ സ്വപ്നങ്ങളായി മാറും. ഇസല വെളിച്ചത്തിനായി ശ്രദ്ധിക്കുന്നില്ല, കാരണം അവൻ എപ്പോഴും കടലിലേക്ക് തുറിച്ചു നോക്കുന്നു. അച്ഛൻ മലപ്പുറത്ത് ഇരിക്കുന്ന ഡോക്ടറുടെ വിളക്ക് നാറ്റ് കത്തിക്കുന്നു. ഇസ തന്റെ മുറി ഒരു കപ്പൽ പോലെ അലങ്കരിച്ചിരിക്കുന്നു. തന്റെ പിതാവിന് ഭ്രാന്താണെന്നും കാറ്റുള്ള മനുഷ്യൻ മുറിയുടെ മേൽക്കൂരയിലൂടെ നടക്കുന്നുണ്ടെന്നും നാറ്റ് ഡോക്ടറോട് പറയുന്നു. ശരണാലയത്തിൽ നിന്ന് ഡോക്ടർ ഇക്കാര്യം കേട്ടിട്ടുണ്ട്. ഇസല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ടായിരുന്നു. വിശ്രമമില്ലാതെ രാത്രിയിൽ മാത്രം. പകൽ വെളിച്ചത്തിൽ യേശയാവിന് സ്വപ്നങ്ങളും മറ്റും കാണാൻ കഴിയില്ല. രാത്രിയിൽ ഇസല തന്റെ ഭാര്യയുടെ പേരിലുള്ള മേരി അലൻ എന്ന കപ്പലിനെ തിരയുന്നു. കപ്പൽ നഷ്ടപ്പെട്ടു. സെലിബുകളിൽ നിന്ന് 3 വർഷം പിന്നിട്ട ഒരു ചുഴലിക്കാറ്റ്. എല്ലാ പുരുഷന്മാരും വസ്തുക്കളും. കൊടുങ്കാറ്റ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് തിമിംഗല വേട്ടക്കാരനായ ജോൺസ് ലോകം കപ്പൽ പൂർണ്ണമായും തകർന്ന നിലയിൽ താഴെ കിടക്കുന്നത് കണ്ടു.
ഇസല അത് കണ്ടെങ്കിലും കണ്ടില്ല. വിശ്വസിക്കുക. ഇപ്പോൾ നാറ്റ് ഡോക്ടറായ ഹിഗ്ഗിൻസിനെ തന്റെ പിതാവിനോട് സഹതാപത്തോടെ ചികിത്സിക്കാൻ കൊണ്ടുവന്നു. അഭയം. ആ രാത്രി തന്നെ ഡോക്ടർ തന്റെ പിതാവിനെ അഭയകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് നാറ്റ് ആഗ്രഹിക്കുന്നു. ക്രമീകരണമാണ്. നാറ്റ് പുറത്തെ വാതിൽ തുറന്നിടും. ഡോക്ടർ 20 മിനിറ്റിനുള്ളിൽ ഒരു കാർ കൊണ്ടുവരും. സഹായികളുടെ സഹായം യേശയെ ചികിത്സയ്ക്കായി അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. നാറ്റ് തന്റെ പിതാവ് ചെയ്യേണ്ടത് പ്രത്യേകമാണ്. തന്റെ മകനും മകളുമാണ് ഇതിന് ഉത്തരവാദികളെന്ന് അറിയില്ല. യേശയാവ് അക്രമാസക്തമായി ചെറുത്തുനിൽക്കുമെന്ന് ഡോക്ടർ ഹിഗ്ഗിൻസ് ഭയപ്പെടുന്നു. തന്റെ പിതാവ് വളരെ നിശബ്ദനാണെന്ന് നാറ്റ് ഉറപ്പ് നൽകുന്നു. എന്നിരുന്നാലും 2 സഹായികളെ കൊണ്ടുവരാൻ ഡോക്ടർ ഉദ്ദേശിക്കുന്നു. കുഴിച്ചിട്ട നിധിയുടെ കഥ. നാറ്റ് തന്റെ പിതാവിനെക്കുറിച്ചുള്ള വസ്തുതകൾ ഡോക്ടറോട് പറയുന്നു. യേശയ തന്റെ പിതാവിനെപ്പോലെ ഒരു തിമിംഗലത്തിന്റെ ക്യാപ്റ്റനായിരുന്നു. 7 വർഷം മുമ്പാണ് അദ്ദേഹം അവസാന യാത്ര നടത്തിയത്. ഒരിക്കൽ യേശയാവിന്റെ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു. അവനും മറ്റ് 6 പേരും ഒരു തരിശായ ദ്വീപിലെത്തി അവിടെ പട്ടിണി കിടന്നു. മറ്റുള്ളവർ സ്രാവുകൾക്ക് ഇരയായി ദ്വീപിലെത്തിയ 7 പേരിൽ 3 പേർ മരിച്ചു. യേശയ ഉൾപ്പെടെ ബാക്കിയുള്ള 4 പേരെ മലായ വള്ളങ്ങളുടെ ഒരു കൂട്ടം കൂട്ടിക്കൊണ്ടുപോയി ഫ്രിസ്കോയിലേക്ക് കൊണ്ടുപോയി. യേശയാവിനൊപ്പം രക്ഷപ്പെടുത്തിയ 3 പേർ ഇണയായ സീലാസ് ഹോം ആയിരുന്നു, കേറ്റ്സ്, ബോസൺ, ഹവായൻ ഹാർപൂണർ ജിമ്മി കനക. അച്ഛൻ തന്റെ 3 സുഹൃത്തുക്കളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായി നാറ്റ് ഡോക്ടറോട് പറയുന്നു. അവർ നരകത്തിലൂടെ കടന്നുപോയതുപോലെ കാണപ്പെട്ടു. അവർ ഭ്രാന്തന്മാരുമായി കാണപ്പെട്ടു. ഒരു ദിവസം ഇസല നാട്ടിനോട് പറഞ്ഞു. ദ്വീപിൽ താമസിച്ചതിന്റെ 2-ാം ദിവസം അവർ ഒരു കവാടത്തിൽ ഒരു കപ്പലിന്റെ തണ്ടിനെ കണ്ടെത്തി. മുങ്ങിയ കടൽ കൊള്ളക്കാരുടെ കപ്പലിൽ നിന്ന് യേശയുടെ സുഹൃത്തുക്കൾ 2 നിധിപ്പെട്ടികൾ പുറത്തെടുത്തു. വിശപ്പും ദാഹവും അവരെ ഭ്രാന്തന്മാരാക്കി. അവർ നിധി കുഴിച്ചിട്ട ഒരു കടലാസിൽ കരി കൊണ്ടുള്ള ഒരു ഭൂപടം ഉണ്ടാക്കി. ഈ ഘട്ടത്തിലാണ് മലായ വള്ളങ്ങൾ ഇവരെ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടുത്തി കാലിഫോർണിയയിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ നാറ്റ് നിധിയെക്കുറിച്ചുള്ള ഭൂപടം ഡോക്ടർ ഹിഗ്ഗിൻസ് കാണിക്കുന്നു. മാപ്പിൽ ഉണ്ടാക്കിയ ക്രോസ് മാർക്ക് നിധി കുഴിച്ചിട്ട സ്ഥലം കാണിക്കുന്നു. 3 വർഷം മുമ്പ് യേശയുടെ 3 സുഹൃത്തുക്കൾ കുഴിച്ചിട്ട നിധി തിരികെ കൊണ്ടുവരാൻ മേരി അലൻ എന്ന കപ്പലിൽ യാത്ര ചെയ്തു. എന്നാൽ കപ്പൽ കടലിൽ മുങ്ങി. യേശയാവ് പോയത് ഭാര്യ ആയിരുന്നതുകൊണ്ടല്ല. മരിക്കുന്ന ഭാര്യയുടെ മരണശേഷം യേശയാവ് പൂർണ്ണമായും ഭ്രാന്തനായി. അവൻ തന്റെ മകനെ ഒരു രത്നശേഖരം കാണിച്ചു. അവൻ ഭണ്ഡാരത്തിൽ നിന്ന് എടുത്തു. നിധിക്ക് ശേഷം ഭ്രാന്തനായ അച്ഛൻ മുങ്ങിയ കപ്പലുകളും മുങ്ങിയ മനുഷ്യരും നിധി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് സ്വപ്നം കണ്ടു. ബ്രേസ്ലെറ്റ് ഒരു പിച്ചള മലായ ആഭരണം മാത്രമാണെന്ന് നാറ്റ് ഡോക്ടറോട് പറയുന്നു. നാറ്റും സ്യൂവും തമ്മിലുള്ള സംഘർഷം. ഡോക്ടർ പോകുന്നു. അപ്പോൾ സ്യൂ മുറിയിലേക്ക് പ്രവേശിക്കുന്നു. അവൾ 25 വയസ്സുള്ള മെലിഞ്ഞ ഒരു സ്ത്രീയാണ്. കടും ചുവപ്പ് നിറമുള്ള മുടിയിൽ ഫ്രെയിമിട്ട വിളറിയ സങ്കടകരമായ മുഖമാണ് അവൾക്കുള്ളത്. അവളുടെ ചുണ്ടുകൾ വിളറിയിരിക്കുന്നു. അവളുടെ കണ്ണുകൾ മങ്ങിയതും അവളുടെ ശബ്ദം വിഷാദവുമാണ്. നിശബ്ദനായ തന്റെ പിതാവിനെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റാൻ സഹോദരൻ ഡോക്ടറോട് ആവശ്യപ്പെട്ടതായി അറിഞ്ഞതിൽ അവൾക്ക് സങ്കടമുണ്ട്. കടൽ കാണാനില്ലെങ്കിൽ അച്ഛൻ മരിക്കുമെന്ന് അവൾ ഭയപ്പെടുന്നു. തന്റെ സഹോദരിയുടെ വിവാഹത്തെക്കുറിച്ചും സ്വന്തം വിവേകത്തെക്കുറിച്ചും നാറ്റിന് ആശങ്കയുണ്ട്. അവളുടെ പിതാവിനോടും സഹോദരനോടും സഹപിക്കുകയും അവരെ സഹായിക്കാൻ നിസ്സഹായ അനുഭവിക്കുകയും ചെയ്യുന്നു. നാറ്റ് വിളക്കിന്റെ സഹായത്തോടെ മാപ്പ് കത്തിക്കുന്നു. ഇപ്പോൾ യേശയാവ് മുറിയിലേക്ക് പ്രവേശിക്കുന്നു. അവൻ തന്റെ മകൻ നാറ്റിനെ പോലെയാണ്. അവന്റെ മുഖം കഠിനവും ശക്തവുമാണ്. അവൻ ശക്തനും നിവർന്നു നിൽക്കുന്നവനും പേശീബലമുള്ളവനുമാണ്. അവൻ ഇരട്ട ബ്രസ്റ്റഡ് നീല കോട്ടും റബ്ബർ ബൂട്ടും ധരിക്കുന്നു. യേശയാവും നാറ്റും തമ്മിലുള്ള സംഘർഷം. ഇസല ബാർട്ട്ലെറ്റ് തന്റെ മകൻ നാറ്റിന് നേരെ കുറ്റപ്പെടുത്തുന്ന വിരൽ ചൂണ്ടി അവനെ ഭ്രാന്തനായി അഭയകേന്ദ്രത്തിൽ പാർപ്പിക്കാൻ ശ്രമിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. മേരി അലൻ എന്ന കപ്പൽ മുഴുവൻ സ്വർണവുമായി തിരിച്ചെത്തിയതായി അദ്ദേഹം മകനോട് പറയുന്നു. തന്റെ പിതാവിനെ പോലെ മേരി അലൻ എന്ന കപ്പലിന്റെ ചുവപ്പും പച്ചയും ലൈറ്റുകൾ നാറ്റും കാണുന്നു. സ്യൂവിന് തുറമുഖത്ത് ഒരു കപ്പലും കാണാൻ കഴിയില്ല. തന്റെ സഹോദരനും ഭ്രാന്തനായി എന്നറിയുമ്പോൾ അവൾക്ക് സങ്കടമുണ്ട്. ഇസലയ്ക്ക് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആനന്ദമുണ്ട്. ഇടതൂർന്ന പച്ച വെളിച്ചം മുറിയിൽ നിറഞ്ഞിരിക്കുന്നു. നാറ്റ് ഭ്രാന്തമായി കരയുന്നു. വർഷങ്ങളോളം കടലിൽ മുങ്ങിമരിച്ചു. 3 പേരും ചേർന്ന് ഒരു ബോട്ടിൽ സ്വർണം കരയ്ക്കു കൊണ്ടുവന്നതായി ഇസല പറയുന്നു.
സൈലസ് ഹോം, ഗേറ്റ്സ്, ജിമ്മി കനക എന്നിവരുടെ മെലിഞ്ഞതും ജീർണിച്ചതുമായ രൂപങ്ങൾ നിധിപ്പെട്ടികളുമായി മുറിയിലേക്ക് പ്രവേശിക്കുന്നു. അച്ഛനും മകനും രൂപങ്ങൾ കാണാൻ കഴിയും, പക്ഷേ മകൾ സ്യൂവിന് ഒന്നും കാണാൻ കഴിയില്ല. യെശയ്യാവ് മുറിക്ക് പുറത്ത് രൂപങ്ങൾ പിന്തുടരുന്നു. സ്യൂ നാടിനെ തടഞ്ഞു. സ്യൂ സഹായത്തിനായി നിലവിളിക്കുന്നു. ഡോക്ടർ ഹിഗിൻസ് വരുന്നു. ഡോക്ടറും സ്യൂവും നാടും മുറിയുടെ മുകളിലേക്ക് ഓടിയെത്തി ഹൃദയസ്തംഭനം മൂലം ഇസലയെ മരിച്ചുകിടക്കുന്നതായി കാണുന്നു. അവർ മൃതദേഹം മുറിയിലേക്ക് കൊണ്ടുവരുന്നു. മരിച്ചുപോയ പിതാവിന്റെ കയ്യിൽ നിന്ന് നാറ്റ് നിധി ദ്വീപിന്റെ ഭൂപടം പിടിച്ചെടുത്തു. കുഴിച്ചിട്ട നിധി വേട്ട തുടരുമെന്ന് ആക്രോശിക്കുന്നു. പ്രിയ സഹോദരന് ഇപ്പോൾ പിതാവിന്റെ ഭ്രാന്ത് പാരമ്പര്യമായി ലഭിച്ചതായി സ്യൂവിന് ദയനീയമായി തോന്നുന്നു. സഹായത്തിനായി അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യാഥാർത്ഥ്യവും മിഥ്യയും പ്രകൃതിയും അമാനുഷികവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നാടകം. വിവേകവും ഭ്രാന്തും തമ്മിലുള്ള സംഘർഷത്തിൽ നിന്നും മനുഷ്യ സ്നേഹവും മനുഷ്യന്റെ അത്യാഗ്രഹവും തമ്മിലുള്ള സംഘർഷത്തിൽ നിന്നാണ് നാടകത്തിന്റെ പാതോസ് ഉണ്ടാകുന്നത്. Where the Cross is Made. Eugene O'Neill. Introduction. Eugene O'Neill, 1888 to 1953, the American dramatist, was awarded the Nobel Prize for Literature. He lifted American drama from its narrow provincialism and made it a powerful medium to present human conflicts and frustrations. He used experimental techniques. O'Neill wrote sea plays which dealt with sailors and the influence of the sea. These plays are a personal record of his experiences which he had among sailors in Honduras, Buenos Aires, South Africa and at the waterfront in New York. The play, Where the Cross is Made, is about a demented sea captain named Isaiah Bartlett. He is waiting for his sunken ship Mary Allen to return with the treasure. The treasure existed only on a piece of paper marked by a cross. So are the children of Isala. A quarrel ensues between Nat and Sue because Nat has made arrangements secretly for shifting Isaiah to an asylum. After this, Nat hopes to sell the mortgaged house and write his book. Nat is apprehensive that his continued association with his father will make him equally mad. Captain Isaiah, who is growing old, passes on his insane vision to his son. The son imagines the drowned crew of the ship bringing the treasure to his father. Where the Cross is Made is an experimental play because O'Neill wanted to make the audience believe that the play was about insanity. It is for this purpose that the playwright introduces ghost sailors. The play is full of pathos. The mad Captain Isaiah clings to his vision of his ship Mary Allen bringing back an imaginary treasure. The son Nat makes desperate attempts to escape the tale of his father. Finally, the son also falls a prey to his father's insanity. The affectionate daughter helplessly watches the effects of strange visions on her beloved father and brother. Though the ghosts of the three sailors affect the psychological realism of the play, it is in a way saved by the realistic characters Sue and Dr. Higgins. Meeting between Nat Bartlett and Dr. Higgins. The scene is set in Captain Bartlett's cabin. The cabin is a room erected as a lookout post at the top of his house situated on a high point of land on the California coast. The compartment looks like the captain's cabin of a deep-sea sailing vessel. The time of action is an early hour of a clear windy night in the fall of the year 1900. The monotonous thunder of the sea comes from the beach below. Nat Bartlett enters the room and tells Dr. Higgins that everything is all right. The doctor also enters into the room. Nat Bartlett's right arm has been amputated, at the shoulder. The doctor is 35 years old. Nat looks much older than his 30 years. His shoulders have a heavy stoop and his head has a heavy shock of tangled black hair. His face is long and bunny. His eyes are deep set and black. His nose is large and aquiline. His voice is low and deep and it has a metallic quality. He wears the machine and corduroy trousers. Nat tells the doctor that his father does not like light. The doctor expresses his surprise about the resemblance of the room to a ship's cabin. For the past 3 years Isala had never come down from his cabin.
Sue used to take food to her father. Nat's plan for treating his father's madness. Nat asks the doctor to bring the lantern from the sideboard so that in the light of the lantern the doctor can get all the facts about his father's madness. Without the light, the facts about Isaiah's madness would become dreams. Isala does not care for light because he always stares at the sea. Nat lights the lantern the doctor that his father is sitting up on the poop. Isat has rigged up his room like a ship. Nat tells the doctor that his father is mad and on windy man he keeps on walking on the roof of the room. The doctor has heard about this from the asylum. Isala used to walk about restlessly only at night. In the daylight Isaiah cannot see the dreams and such things. At night Isala looks for the ship Mary Allen, which is named after his wife. The ship had been lost in a hurricane 3 years back off the Celebes with all men and materials. A week after the storm the whaler John Slocum saw the ship lying bottom up, a complete wreck. Isala saw it but he did not believe it. Now Nat has brought Dr. Higgins to give sympathetic treatment to his father in an asylum. Nat wants the doctor to take his father to the asylum that very night. The arrangement is that Nat will keep the outside door open and the doctor will bring a car in 20 minutes and with the help of assistants shift Isaiah to the asylum for treatment. Nat is particular that his father should not know that his son and daughter are responsible for it. Dr. Higgins fears that Isaiah might resist violently. Nat assures him that his father is very quiet, however the doctor intends to bring 2 assistants. The story of the buried treasure. Nat tells the doctor the facts about his father. Isaiah has been a whaling captain like his father. 7 years back he had made his last trip. Once Isaiah's ship was wrecked in the Indian Ocean. He and 6 others managed to reach a barren island and starved there. The others fell a prey to sharks. Of the 7 men who reached the island, 3 died. The remaining 4 men including Isaiah were picked up by a fleet of Malay canoes and they were taken to Frisco. The 3 men who were rescued along with Isaiah were Silas Home, the maid, Cates, the bosun and Jimmy Kanaka, a Hawaiian harpooner. Nat tells the doctor that his father brought his 3 friends to his house. They looked as if they had been through hell. They appeared queer and mad. One day Isala told Nat that on the 2nd day of their stay on the island they found the hulk of a ship in an inlet. The friends of Isaiah brought out 2 treasure chests from the sunken pirate ship. Hunger and thirst made them mad. They buried the treasure and made a map on a paper with a stick of charcoal. It is at this juncture that they were rescued from the island by the Malay canoes and taken to California. Now Nat shows the map about the treasure to Dr. Higgins. The crossmark made on the map shows the place where the treasure is buried. 3 years back Isaiah's 3 friends sailed in the ship Mary Allen to bring back the buried treasure. But the ship was drowned in the sea. Isaiah did not go because his wife was dying. After his wife's death, Isaiah became completely mad. He showed his son a gem-set bracelet which he has taken from the treasure. The mad father, who was mad after the treasure, dreamt of the sunken ships and the sunken men bringing home the treasure. Nat tells the doctor that the bracelet is only a brass Malay ornament. The conflict between Nat and Sue, the doctor, goes away. Then Sue enters the room. She is a tall, slender woman of 25. She has a pale, sad face framed in a mass of dark red hair. Her lips are pale, her eyes are dull and her voice is melancholy. She is sad to know that her brother has asked the doctor to shift her quiet father to the asylum. She fears that her father will die if he cannot see the sea. Nat is concerned about his sister's marriage and also about his own sanity. Sue pities her father and her brother and feels helpless to help them. Nat burns the map with the help of the lantern. Now Isaiah enters the room. He looks like his son Nat.
His face is stern and formidable, he is robust, erect and muscular. He wears a double-breasted blue coat and rubber boots. The conflict between Isaiah and Nat. Isala Bartlett points an accusing finger at his son Nat and asks him if he is not trying to put him in an asylum for being mad. He tells his son that the ship Mary Allen has returned with all the gold. Like his father, Nat also sees the red and green lights of the ship Mary Allen. Sue is not able to see any ship in the harbor. She is sad to know that her brother too has become mad. Isala has the ecstasy of a dream come true. A dense green light floods the room. Nat cries hysterically that he has been drowned in the sea for years. Isala says that the three men have brought the gold ashore in a boat. The slimy and decomposed forms of Silas home. Gates and Jimmy Conacher enter the room carrying the treasure chests. Father and son are able to see the forms, but the daughter Sue is not able to see anything. Isaiah follows the forms out of the room. Sue stops Nat. Sue cries out for help and Dr. Higgins comes in. The doctor, Sue and Nat rush to the top of the room and find Isala lying dead as a result of heart failure. They bring the body into the room. Nat seizes the map of the treasure island from the hand of his dead father and shouts that he will continue the hunt for the buried treasure. Sue feels miserable to find that the dear brother has now inherited his father's madness. She prays to God for help. The play is based on a contrast between reality and illusion and between the natural and the supernatural. The pathos of the play arises out of a conflict between sanity and insanity and between human affection and human greed.